ഹായ്, എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സോട്ടിക് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മുടെ 400-ലധികം എക്സോട്ടിക് അഡീനിയം പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. സോ അതെല്ലാം ഒരു ഒറ്റ വീഡിയോയിലാക്കാൻ അത് ഒത്തിരി ലെങ്തി ആയി പോകും വീഡിയോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആക്കാമെന്ന് തീരുമാനിച്ചു. ഒരു 10 വീഡിയോസ് അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും. അതിൽ 6 വീഡിയോസ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നോർമൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ സിംഗിൾ പെറ്റലായാലും ഡബിൾ പെറ്റലായാലും നോർമൽ കളർ വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ബാക്കി 4 എണ്ണത്തിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ വരുന്ന സിംഗപ്പൂറും മലേഷ്യനും തായ്ലാൻഡിൽ നിന്നൊക്കെ വരുന്ന കളർ വെറൈറ്റീസും നല്ല വൈബ്രൻറ്റ് കളേഴ്സൊക്കെ ഉണ്ട്, കോമ്പിനേഷൻസ്. ആ കളേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 4 വീഡിയോസ് അങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ലൈവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. മീൻസ് നമുക്ക് ഫ്ലവറിങ് അങ്ങനെ വരില്ല മഴക്കാലത്ത്. അപ്പോൾ നമ്മൾ മുൻപ് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെ കളക്ഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ 64 കളക്ഷൻസോളം ഉണ്ട്, 64 വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. സിംഗിൾ പെറ്റ് ഉണ്ട് നിലവിൽ. അത് 100 വെറൈറ്റി ആക്കണം നമുക്ക്. അപ്പോൾ അത്രയും ആക്കിയതിന് ശേഷം നമ്മളതെല്ലാം കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലവറിലേക്ക് പോകാം. ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് നല്ലൊരു ഒരു വയലറ്റ് കളറിൽ നമുക്ക് വൈറ്റ് കളർ സെൻറ്ററിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ നമ്മൾ ഈ ഓരോന്നിനും ഓരോ കോഡ് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ R59 എന്നാണ് കോഡ് കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ ഫ്ലവറിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് മാറിപ്പോകാതൊക്കെ ഇരിക്കാനും പിന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് നൽകിയിട്ടുള്ളത്, R59. അങ്ങനെ ഈ ഫ്ലവർ. പിന്നെ രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ഫ്ലവറാണ്. ഇത് ശരിക്കും നല്ലൊരു രസമാണ് ഒറിജിനലായിട്ട് കാണാനും. അതായത് വൈറ്റ് ഫ്ലവറിൽ നമ്മുടെ റെഡ് ലൈന് വരുന്നതാണ്, സെൻറ്ററിൽ കൂടെ റെഡ് ലൈന് വരുന്ന ഒരു ഫ്ലവറാണ്. കോഡ് നൽകിയിട്ടുള്ളത് R58 എന്നാണ്. ദെൻ ഒരു യെല്ലോ ഫ്ലവറാണ്. ഇത് യെല്ലോ മാത്രമാണ്, വേറെ കളർ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു യെല്ലോ ഫ്ലവറാണ്, നല്ല ഒരു ക്യൂട്ടാണ്. R57. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഫ്ലവറാണ്. ശരിക്കും ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ നമ്മുടെ റോസാപ്പൂവില്ലേ അതുപോലെ തന്നെയാണ്, നമ്മൾ വെള്ള റോസാപ്പൂവൊക്കെ കാണുന്ന അതേ രസം തന്നെയാണ്. ഇത് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R56 എന്നാണ്. ദെൻ അടുത്ത് നല്ലൊരു വെറൈറ്റി ആട്ടോ. ഇത് ഒരു വൈറ്റ് ഫ്ലവറാണ്. വൈറ്റ് ഫ്ലവറിൽ റെഡും കൂടെ ചേർന്നതാണ്. നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് അല്ല അല്ലേ, നല്ല രസമാണ് ഇത് കാണാൻ. R54 എന്നാണ് ഈ ഫ്ലവർ നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റും ഒരു വൈറ്റും റെഡും കൂടെ ചേർന്ന ഒരു ഫ്ലവറാണ്. അടുത്തതൊരു റെഡ് ഫ്ലവറാണ്. റെഡിൽ വൈറ്റ് സെൻറ്ററായിട്ട് വരുന്ന ഒരു ഫ്ലവറാണ്. ഒരു കോറൽ ഡിസൈനൊക്കെ പോലെ നല്ല രസമാണ് ഇത് കാണാനും. അടുത്ത് വരുന്നത് നമ്മുടെ റെഡ് അഡീനിയം പ്ലാന്റ് ആണ്. അതിൻ്റെ സെൻറ്ററിൽ മാത്രം ഒരു വൈറ്റ് ഡിസൈനും വരുന്നുണ്ട്. ദെൻ ഒരു നല്ല ക്യൂട്ട് റോസ് ഒരു അഡീനിയം പ്ലാന്റ് ആണ്. ദെൻ വൈറ്റും റെഡും കൂടെ ചേർന്ന ഒരു പ്ലാന്റ്. ദെൻ ഇതൊരു നല്ല ലൈറ്റ് പിങ്ക് ആണ്. ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല രസമാണ്. നല്ല നമ്മുടെ പനിനീർ റോസ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇരിക്കും ഇതിൻ്റെ സെൻറ്ററൊക്കെ കാണാൻ നല്ല രസമാണ്. വൈറ്റും ഒരു റോസും കൂടെ ചേർന്നിട്ടൊരു ഫ്ലവർ. ദെൻ ഒരു യെല്ലോ ടൈപ്പാണ്, ഒരു ലൈറ്റിഷ് യെല്ലോ ആണ്. അടുത്തത് വൈറ്റും റെഡും കൂടെ ചേർന്നൊരു ഫ്ലവറാണ്. ദെൻ നമ്മുടെ റെഡ് ഫ്ലവറാണ്. അതിൽ വൈറ്റ് നമ്മുടെ ഡിസൈനിങ് പോലെ വന്നിട്ടുള്ള ഒരു ഫ്ലവർ. ദെൻ ഇത് നല്ല രസമാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഡാർക്ക്നെസ് ഇല്ലേ, ഒരു ബ്ലാക്കിഷ് എന്നൊക്കെ പോകില്ലേ, അത് കുറച്ചും കൂടെ നല്ലപോലെ തെളിഞ്ഞ് കാണും. അങ്ങനെ ഒരു ഫ്ലവറാണ്. ദെൻ വൈറ്റും നമ്മുടെ ആ ഒരു സൈഡിൽ എൻഡിൽ മാത്രം, ആ പെറ്റൽസിൻ്റെ എൻഡിൽ മാത്രം ഒരു റോസ് ഡിസൈനിങ് വരുന്നതാണ്. ദെൻ അടുത്തതും ഒരു വൈറ്റാണ്. നമ്മുടെ ഒരു റോസ് ഇങ്ങനെ സെൻട്രൽ കൂടെ ഒരു വര വരുന്ന ഒരു ഫ്ലവറിങ് ടൈപ്പ്. പിന്നെ ഇത് നല്ലൊരു റോസ് ഫ്ലവറാണ്. ഇതും റോസും വൈറ്റും കൂടെ മിക്സ് ചെയ്തത്. ദെൻ ഒരു റോസും വൈറ്റും റെഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇതിൻ്റെ ആ എഡ്ജിൽ, പെറ്റൽസിൻ്റെ എഡ്ജിൽ റെഡ് കളറും കൂടെ വരുന്ന ഒരു ഡിസൈനിലുള്ള ഒരു ഫ്ലവറാണ്. R24 എന്നാണ് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത്. ദെൻ യെല്ലോയിൽ റെഡ്
വരുന്നൊരു ഡിസൈനാണ്. സെൻറ്ററിൽ മാത്രമേ യെല്ലോ നല്ലതായിട്ട് എന്നുവെച്ചാൽ നല്ലതായിട്ട് കാണുന്നുള്ളൂ. ബാക്കി കുറച്ച് വൈറ്റിഷ് യെല്ലോയും ദെൻ റെഡും കൂടെ വരുന്നൊരു ഡിസൈനാണ്. ദെൻ ഇതൊരു വൈറ്റും ഒരു റോസ് കളറും കൂടെ ചേർന്നൊരു ഫ്ലവറാണ്. പിന്നെ നിങ്ങൾക്കറിയാമോ, ഇതിനെല്ലാത്തിനും ഓരോ ഫ്ലവറിനും ഓരോ ഒരു നെയിമുണ്ട്. ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ നെയിമോടെ വെച്ചൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് ഒത്തിരി ഇതായി പോകും. എന്നുവെച്ചാൽ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലിരിക്കണമെന്നില്ല. അങ്ങനെ ഇത് നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് ടൈപ്പാണ്, നല്ല കടും റോസാണേ. പിന്നെ അടുത്ത് ഒരു വൈറ്റും ഒരു പിങ്കും കൂടെയൊക്കെ ചേർന്നൊരു കളറാണ്. ഇത് പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഇത് ലൈറ്റ് റോസാണ്. ലൈറ്റ് റോസ് അല്ല, ഒരു പിങ്ക്, ലൈറ്റ് പിങ്കാണ്. അടുത്ത് നല്ലൊരു ഫ്ലവറാണ്, റെഡാണ് വരുന്നത്. പിന്നെ ഒരു ബ്ലാക്കിഷ് ഡിസൈനും കൂടെ വരുന്നുണ്ട് അതിൻ്റെ എഡ്ജിൽ. പിന്നെ ഇതൊരു നല്ലൊരു വൈറ്റ് ഫ്ലവറാണ്. ശരിക്കും റോസാപ്പൂ തന്നെയല്ലേ കാണുമ്പോൾ. ഒരു വൈറ്റ് ഫ്ലവറാണ്. R13 എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കോഡ്. അടുത്ത് വരുന്നത് വൈറ്റും ജസ്റ്റ് ഒരു പിങ്ക് ഡിസൈനിങ്ങും. ആ സെക്കൻഡ് ഫ്ലവർ കണ്ടോ, ജസ്റ്റ് ആ ഒരു പെറ്റൽസിൻ്റെ ആ ഓരോ ഇതളിലും ആ റോസ് ഇങ്ങനെ വര പോലെ കാണാം. അങ്ങനെ ഇതും വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്, R5 എന്നുള്ളത്. ഇത്തരം നമുക്ക് ഈ ഫ്ലവറിങ് സീസണിൽ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ വീടിൻ്റെ മുമ്പൊക്കെ വയ്ക്കുമ്പോൾ തന്നെ എന്തോ നമുക്ക് രാവിലേക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്താ സന്തോഷമെന്ന് അറിയാമോ. ഈ ഫ്ലവറൊക്കെ ഇങ്ങനെ, അതും ചില ഫ്ലവേഴ്സ് എന്നൊക്കെയാണെന്ന് വെച്ചാൽ നല്ല വലിപ്പം ഉണ്ടാവും, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റും ഒരു പിങ്കും കൂടെ ചേർന്നൊരു കളറാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ക്യൂട്ട് പിങ്ക് ഫ്ലവറാണ്. R4 എന്നാണ് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു റെഡാണ്, റെഡ് കളർ ഫ്ലവർ. നമ്മൾ R2 എന്നാണ് കോഡ് നൽകിയിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ സെക്കൻഡ് പാർട്ടായിട്ട് വരാം. ഓക്കെ, സോ ബൈ ഫ്രം എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനൽ.